ഈ വർഷത്തെ ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് ആയ മൂവി ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. അത് പ്രഭാസിൻ്റെ കൽക്കിയാണ്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൽ പ്രഭാസിനെ കൂടാതെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെയുണ്ട്. അമിതാഭ് ബച്ചൻ, അതുപോലെ ദീപിക പദുക്കോൺ, കമലഹാസൻ ഇതിൽ വില്ലനാണ്. പിന്നെ സന്തോഷ് നാരായണ മ്യൂസിക്കൽ. ഈ സന്തോഷ് നാരായണ മ്യൂസിക് ചെയ്യുമ്പോൾ അത് ഇത്രയും വലിയൊരു പ്രൊജക്റ്റിന് ചേരുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അതിൻ്റെ ഒരു ടീസർ അതുപോലെ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന സീരീസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് പെർഫെക്റ്റ് ആണെന്ന്. പിന്നെ ഇതിനൊക്കെ പുറമെ 600 കോടി ബഡ്ജറ്റുള്ള ഒരു ഇന്ത്യൻ സിനിമ, അത്രയും മതി ഇതിന് ഹൈപ്പ് കൂട്ടാൻ. ഈ വരുന്ന ജൂൺ 27 സിനിമ തിയേറ്റർ റിലീസാവും. അതിന് മുന്നോടിയായി നാഗശ്വിൻ തന്നെ ഡയറക്റ്റ് ചെയ്ത് ഇറക്കിയതാണ് ഈ അനിമേറ്റഡ് സീരീസ് B&B അഥവാ ബുജ്ജി ആൻഡ് ഭൈരവ. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നാഗശ്വിനെ കുറിച്ച് അറിയാത്തവർക്കായി, നാഗശ്വിൻ കീർത്തി സുരേഷും ദുൽഖറും അഭിനയിച്ച മഹാനടി എന്ന സിനിമയുടെ ഡയറക്ടറാണ്. എന്നാൽ നാഗശ്വിൻ്റെ ആദ്യത്തെ പടം എവിടെ സുബ്രഹ്മണ്യം അത് കണ്ടിട്ടില്ലാത്തവർ എന്തായാലും കാണണം. ഞാനീ അഭിനയിച്ച സിനിമയിലാണ് നമ്മുടെ വിജയ് ദേവരകൊണ്ടയുടെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. മികച്ച ഒരു ഫീൽ ഗുഡ് സിനിമ തന്നെയാണത്. അപ്പോൾ B&Bയിലേക്ക് തിരിച്ചു വരുമ്പോൾ ബുജ്ജി ആൻഡ് ഭൈരവ. ബുജ്ജി എന്നത് AI വെച്ച് കൺട്രോൾ ചെയ്യുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് കാറാണ്. അതിപ്പോൾ റീസെൻ്റ്ലി സോഷ്യൽ മീഡിയ മൊത്തം വൈറലായതായിരുന്നു. അവർ സിനിമയ്ക്ക് വേണ്ടി റിയലായിട്ടും ഉണ്ടാക്കിയെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്രൊമോഷന് വേണ്ടിയൊക്കെ ആ കാറ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിൽ കൊടുക്കാം. കീർത്തി സുരേഷാണ് ബുജ്ജിക്ക് വേണ്ടി വോയിസ് നൽകിയിരിക്കുന്നത്. 2 എപ്പിസോഡുള്ള ഒരു സീരീസാണ് B&B. കൽക്കി എന്ന സിനിമയിലേക്ക് കടക്കുന്നതിന് മുന്നേ കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സിലേക്കുള്ള ഒരു ഇൻട്രോ ആണ് ഈ സീരീസ്. ലിറ്ററലി ഞെട്ടിപ്പോയി. ഒരു സ്റ്റാർ വാർസ് എപ്പിസോഡൊക്കെ കാണുന്നൊരു ഫീലായിരുന്നു. എനിക്ക് ആ മാൻഡലോറിയൻ്റെ ഒക്കെ ഒരു ഫീൽ കിട്ടി. ഇതൊരു ഇന്ത്യൻ സിനിമ തന്നെയാണോ എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ആനിമേഷനിൽ വന്ന ഒരു ക്വാളിറ്റി ലൈവ് ആക്ഷനിലേക്ക് വരുമ്പോഴുണ്ടെങ്കിൽ അതിൻ്റെ VFXും ആർട്ട് വർക്കും എല്ലാം പെർഫെക്റ്റായി വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് ആയേക്കാവുന്ന ഒരു സിനിമയാണ് കൽക്കി. അത് കാണുന്നതിന് മുന്നേ ഈ 2 എപ്പിസോഡുകൾ നിർബന്ധമായി കണ്ടിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ആ സിനിമാറ്റിക് യൂണിവേഴ്സിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടില്ല. നമ്മൾ ഹോളിവുഡ് സിനിമകളിലൊക്കെ കണ്ട പോലെ ബൗണ്ടി ഹണ്ടിങ്, പോയിന്റ്സ് ഷെയറിങ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. 2800 നടക്കുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഫ്ലൈയിങ് കാർസ് മുതൽ AI ബോട്ടുകൾ വരെയുണ്ട്. വെറും 15 മിനിറ്റിൽ താഴെ ഇതിൻ്റെ ഡ്യൂറേഷൻ ഉള്ളൂ. അതായത് 2 എപ്പിസോഡും കൂടി കണ്ടു തീർക്കാൻ 30 മിനിറ്റ് മാത്രം.